നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മയുടെ ഈ മകൻ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും അമ്മ ആലോചിച്ചിട്ടുണ്ടോ? മറ്റാരും വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിന് പോയാലുണ്ടല്ലോ, ഈ മുറിക്കകത്ത് പൂട്ടിയിടും ഞാൻ. അമ്മ വിഷമിക്കണ്ട, അച്ഛൻ ഇനി ഒരിടത്തും പോയില്ല. അച്ഛാ, ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ശമ്പളം കൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അച്ഛനും അമ്മയും ഞാൻ നോക്കിക്കൊള്ളാന്ന് സുധിയേട്ടനോട് ഞാൻ വാക്ക് കൊടുത്തതാ. അത് ഞാൻ തെറ്റിക്കില്ല. ക്ഷീണിച്ച് വന്നതല്ലേ, ചോറെടുത്ത് വയ്ക്കാം, മര്യാദയ്ക്ക് വന്ന് കഴിക്ക്. ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിരിക്കുന്നു. ഈ വഴക്ക് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞല്ലേ മോളോട് ഇവിടെ വന്ന് പാർവതിയോട് പറയരുതെന്ന്. അയ്യോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമേ. എന്റെ വയറ് നിറഞ്ഞു, എനിക്ക് വയറ് നിറച്ച് കിട്ടിയല്ലോ. അമ്മയമ്മയും കൊള്ളാം, മരുമോളും കൊള്ളാം. അല്ലെങ്കിൽ ഈ ആണുങ്ങളെ നശിപ്പിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെ. അവന്റെ ജോലിയും പോയി, കൊടുക്ക ശമ്പളവും പോയി, നശിപ്പിച്ച്. ആഹാ, ഇതാരാ? കേറുവാ കേറുവാ. ഇന്ദിരേ, ഇന്ദിരേ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായയാണോ കാപ്പിയാണോ? എന്താ അപ്പച്ചി, എന്താ വിളിച്ചേ? ദേവിക വന്ന കണ്ടില്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എന്തെങ്കിലും തണുത്തത് എടുത്താ മതിയോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ശ്രുതിമോൾ എവിടെ? അവളിപ്പോ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയാ. എന്താ? മോളിനി ഇവിടേക്ക് വരരുത്. അവരമ്മയും മോളും കൂടി ഇപ്പോ വലിയ സന്തോഷത്തിലാ. നീയായിട്ട് അതില്ലാണ്ടാക്കരുത്. മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. അക്ഷര മേഡത്തിന്റെ സ്വഭാവമേ ഒക്കെ മാറി. ശ്രുതിമോളുടെ ഇപ്പൊ വലിയ കാര്യമാ. ഇന്ന് രാവിലെ മാഡമാ ശ്രുതിമോൾക്ക് പാല് കാച്ചി കൊടുത്തത്. മോളേന്നുള്ള ആ വിളി കേൾക്കണമായിരുന്നു. പണ്ടത്തെ അക്ഷര മേഡം തിരിച്ചു വന്ന പോലെ. നീ പഠിപ്പിക്കണ കാര്യം പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കേറി ഇറങ്ങി നടന്നാലേ ശ്രുതിമോള് അവളോട് തീരെ അടുക്കത്തില്ല. നിന്നെ അവക്ക് വലിയ ഇഷ്ടാണ്. അത് മാത്രല്ല, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ നീ ഒരു കാരണമാവരുത്. ഞാനോ? അതെ, നീയും അവളുടെ ഭർത്താവും തമ്മില് എന്തോ ഇടപാടുണ്ടെന്നാ അക്ഷരമോള് ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തിടപാട്? അനാവശ്യം പറയരുത്. ഒന്നും അറിയാത്ത പോലെ. ലോകത്ത് ഇതൊക്കെ പതിവാ. ആണും പെണ്ണും ആയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ അവര് ഭാര്യയും ഭർത്താവും മോളും ഒരു കുടുംബല്ലേ. നീ കാരണം അവരുടെ കുടുംബം തകരരുത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നീ ഇപ്പൊ തന്നെ തിരിച്ചു പോണം. ദയവ് ചെയ്ത് ഇനി നീ ഇങ്ങോട്ട് വരരുത്. ഇനി ഇങ്ങോട്ട് വരുന്നില്ലാന്ന് വീട്ടിൽ ചെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. പൊക്കോ പൊക്കോ, ആ കൊച്ചു കാണുന്നതിന് മുമ്പ് പൊക്കോ. കൊള്ളാം, വെരി ഗുഡ്. മോളെ, ആരുടെ ഐഡിയ ഇത്? നിന്റെയോ അതോ അക്ഷരയുടെയോ?
കുത്തിക്കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും നക്കിക്കൊല്ലാമല്ലോ. അയ്യോ ഏട്ടാ, ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല. ഉം. അക്ഷരമോളും ശ്രുതിമോളും തമ്മിലുള്ള സ്നേഹം രാവിലെ ഏട്ടൻ കണ്ടതല്ലേ. ഉം. ആ, അതില്ലാണ്ടാവരുതല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ദേവിക ഇനി ഇവിടേക്ക് വരാതിരിക്കാനുള്ള പുതിയൊരു തന്ത്രം. ഇന്ദിരേ, എന്താ സാർ? സത്യം പറ, ആരാ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ? അത് പറയാൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജോലി മതിയാക്കി നിനക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അയ്യോ സാറേ, ഞാനല്ല, ഈ അപ്പച്ചിയാ. കാഞ്ചനെ, മേലിൽ ഇത് ആവർത്തിക്കുന്നു. ഏട്ടാ, ഞാൻ മതി രണ്ടാളുടെ സ്നേഹപ്രകടനം. കേട്ടോ, പോകാൻ. ഇന്ദിര, അയ്യോ, എന്താ സാർ? എന്തായാലും കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ദേവിയോട് ചോദിച്ചതല്ലേ, ആ, ഒരു ജ്യൂസ് തന്നെ ആയിക്കോ. ആ, ശരി സാർ. മോളിരിക്കെ. വാൻഡി, ഇതുപോലുള്ള തന്ത്രങ്ങളും അടവുകളും ഒക്കെ ഇനിയുണ്ടാവും. പെട്ടെന്നുള്ള അവരുടെ സ്നേഹം കണ്ടപ്പോ ഞാൻ ആകെ അമ്പരന്നു പോയി. ലേറ്റ് ആകുമ്പോ ഞാൻ കരുതി ആന്റി ഇന്ന് വരില്ല എന്ന്. അവര് പറഞ്ഞ ശരിയാ. ഇന്ന് രാവിലെ പാല് കാച്ചി തന്നത് അമ്മയാണോ? അതെ, ആദ്യമായിട്ട് അമ്മ എന്നെ ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്നതും പാല് വെച്ച് തരുന്നൊക്കെ. സത്യാണോ സർ? ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് കണ്ടതിന്റെ ഷോക്കിലാ ഞാനിപ്പോഴും. എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ടേ സർ. ചിലപ്പോ മാഡത്തിന്റെ മനസ്സ് മാറിയതാണെങ്കിലോ? എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. അത് സാറ് മാഡത്തിനെ സംശയത്തോടെ നോക്കുന്നോണ്ട് തോന്നുന്നതാ. ഇനി ചിലപ്പോ എല്ലാം നന്നാവും. അവളുടെ കാര്യമായതുകൊണ്ട് എനിക്കൊരു ജഡ്ജ്മെന്റ് പറ്റുന്നില്ല. അവളുടെ ഒരു ജ്യൂസ്. എനിക്ക് മോളോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ സർ? പോയവരൊന്നും തിരിച്ചു വരില്ല. എങ്കിലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഒന്നും മറക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാലും ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോവരുത്. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മോളൊരു വിവാഹം കഴിക്കണം. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നേ ഇല്ല. എന്റെ വിവാഹം കഴിഞ്ഞു. സുധിയേട്ടൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ട്.